കേരളത്തിന്റെ സൈന്യമെന്ന് വിളിച്ച് വിശേഷിപ്പിച്ച് സർക്കാർ ജോലി നൽകിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഇത്തവണ ഓണം പട്ടിണിയിൽ. 2018 പ്രളയത്തിനു ശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്നും 170 പേരെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകി തീരദേശ മേഖല അടക്കം സംരക്ഷിക്കാൻ നിയോഗിച്ചത്. എന്നാൽ ഇത്തവണ ഇവർക്ക് ഇതുവരെ ശമ്പളമോ ഉത്സവ ഭത്യോ ലഭിച്ചിട്ടില്ല. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 2018 പ്രളയത്തില് നമുക്കറിയാം, കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളാണ് ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയത്. അവർ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ മക്കൾക്ക് പരിശീലനം നൽകി വിദഗ്ധരായിട്ടുള്ളവരെ ഒരു സൈന്യം പോലെ രൂപീകരിക്കുകയായിരുന്നു. അതായത് തീരദേശ മേഖലയിൽ കടലിൽ അകപ്പെട്ടു പോകുന്നവരും അതോടൊപ്പം തന്നെ പ്രളയം പോലെയുള്ള ഓഖി പോലെയുള്ള ദുരന്തങ്ങളിൽ അകപ്പെടുന്നവരെയും രക്ഷപ്പെടുത്തുന്നതിന് പ്രത്യേക പരിശീലനം നൽകി ഏതാണ്ട് 170 പേരെയാണ് കേരളത്തിന്റെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തീരദേശ മേഖലയിൽ വിന്യസിച്ചത്. ഇതിന്റെ കഴിഞ്ഞ 7 വർഷമായി കൃത്യമായിട്ട് ഇവർക്ക് ശമ്പളവും മറ്റും ലഭിച്ചു പോകുന്നു. ഉത്സവകാലങ്ങളിൽ ഉത്സവബദ്ധയും ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇതുവരെ ഏതാണ്ട് ഇന്നിപ്പോൾ 14 ദിവസം പിന്നിടുന്നു. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉത്സവബദ്ധ ലഭിച്ചിരുന്നു, ഇത്തവണ അതും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇനി ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെ ഓണം ആഘോഷിക്കും എന്നുള്ളൊരു ആശങ്കയായി നിൽക്കുകയാണ്. എന്തായാലും തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ അനുബന്ധ തൊഴിലാളികളോടുമൊക്കെ തന്നെ സർക്കാർ കാട്ടിവരുന്ന അതേ അവഗണന തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പ്രത്യേക പരിശീലനം നൽകി നിയോഗിച്ചിട്ടുള്ള ഈ കോസ്റ്റൽ വാട്ടർമാർക്കെതിരെയും സർക്കാർ കാട്ടുന്നത്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.